ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഉത്സവമായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മുടെ മണിക്കുട്ടിൻ്റെയും പശുക്കളുടെയും കാര്യങ്ങളൊന്നും ശരിക്കും നോക്കാൻ പറ്റിയിട്ടില്ല. കാരണം അവിടുന്ന് പരിപാടിയൊക്കെ പോയി കഴിഞ്ഞ് വന്നപ്പോഴേക്കും 5:30-6 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ കറവയൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ വേഗം വന്ന് നമ്മുടെ ഈ ഒരു പശുവിനെ കറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ രാവിലെ തന്നെ 2-3 വീട്ടുകാർ പാലില്ലേന്ന് ചോദിച്ച് വിളിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ആദ്യം കറക്കാമെന്ന് കരുതി. അങ്ങനെ കറക്കണ നേരത്തെ ഇതിൻ്റെ അകട്ടിലിങ്ങനെ ചെറിയൊരു മുറിവ് കണ്ടു. അതിങ്ങനെ നക്കിയിട്ട് വന്ന മുറിവാണ്, അല്ലാത്ത വലിയ മുറിവൊന്നുമില്ല. മരുന്ന് തേച്ചാൽ മാറാവുന്നേ ഉള്ളൂ. ഈ പശുവിൻ്റെ മൂക്കിലൊരു മുറിവുണ്ടായിരുന്നു. അത് ഒന്ന് ഉണങ്ങി വരുന്നതായിരുന്നു. ഇപ്പം നന്നായിട്ട് ഉണങ്ങിയെന്ന് പറയാറായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, ഉണങ്ങി കാണുന്നുണ്ട്. അപ്പോൾ ഈച്ചൊക്കെ ഇരിക്കുമ്പോൾ ഒരു പേടിയാണ്, വീണ്ടും അത് പുഴു അരിക്കുക എന്നുള്ളത്. അപ്പോൾ എപ്പോഴും കെയർ ചെയ്തുകൊണ്ട് തന്നെയാണ് പശുക്കളെ. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഈച്ചകൾ ഇരിക്കുമ്പോൾ ഇനി എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ അത് കാരണം എപ്പോഴും മരുന്നൊക്കെ തേച്ചെടുത്തുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ഞാൻ രാവിലെ 2 വീട്ടിലേക്ക് പാല് കൊണ്ടുപോയി കൊടുത്തു. അതിന് ശേഷം വന്നിട്ട് വീണ്ടും ഈ പശുവിനെ കറക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കുട്ടി വന്ന് ഇതിന് പാല് കുടിച്ചാലേ ഇത് പാലിറക്കി തരുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും ഈ പശുവിനെ കറക്കാം, ഇവളൊന്നും ചെയ്യുന്നില്ല. 2 പശുക്കളും കറവുള്ളവരാണ്. അപ്പോൾ ഇപ്പോൾ 2 പേരും ചേനയാണ്, ഒരു 4-5 മാസം ചേനയായിട്ടുണ്ട്. അപ്പോൾ പാല് കറന്ന് ഒരു കുപ്പി ഞാൻ മോളെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോകുന്ന വഴിക്ക് അവിടെ അടുത്തുള്ള വീട്ടിൽ കൊടുക്കും. ബാക്കിയുള്ളതൊക്കെ അവൾ പോയി വന്നതിന് ശേഷം, അവളെ സ്കൂളിൽ കൊണ്ടാക്കിയതിന് ശേഷമാണ് ബാക്കിയുള്ളിടത്തേക്ക് കൊണ്ടുകൊടുക്കാറ്. അപ്പോൾ സ്കൂളിൽ മോളെ കൊണ്ടാക്കി ഡ്രസ്സൊക്കെ മാറി വീണ്ടും ഇറങ്ങിയതാണ്. അപ്പോൾ അയൽപക്കത്തുള്ള വീട്ടിലെ ഒരു തോട്ടത്തേക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇത് വെച്ച് അരിണങ്കായ എനിക്കിഷ്ടം പറിച്ചെടുക്കാനാണ്. കാരണം ഇവിടെ ചെളിയും കാര്യങ്ങളൊന്നുമില്ല, തണലത്തിരുന്നിങ്ങനെ പറിച്ചെടുക്കുക. അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ മണിക്കുട്ടിയും ടീമിൻ്റെ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് പുല്ലെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു പറമ്പയ്ക്ക് വന്നതാണ്. ഇതൊരു തോട്ടമാണ്. ഇവിടെ ആകുമ്പോൾ വെള്ളമൊന്നുമില്ല, നല്ല ഫ്രഷ് പുല്ലാണ് കിട്ടുക. അപ്പോൾ അത് കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറിച്ചെടുക്കാനാണ്. പറിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് മണ്ണൊന്നും ഇല്ലാതെ ഇതിന് കിട്ടും. ഇപ്പോൾ ചളിയും കാര്യങ്ങളും മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല വൃത്തിക്ക് പറിച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ പണി ഇതാണ്. ഇവിടെ ആകുമ്പോൾ തോട്ടമായതുകൊണ്ട് എപ്പോഴും നനയ്ക്കുന്ന ഒരു ഏരിയയാണ്. അത് കാരണം എത്ര പുല്ല് പറിച്ചാലും തീരില്ല. ഈ പറിക്കും തോറും പുല്ല് വളർന്ന് വരികയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു തോട്ടത്തിലാണ് ഇപ്പോൾ പുല്ല് പറിക്കാൻ വരാറ്. പറമ്പൊക്കെ ആകെ കരിഞ്ഞ് ഉണങ്ങിയിരിക്കുകയാണ്. ഇവിടെ പിന്നെ എന്നും നനയൊക്കെ ഉള്ളതുകൊണ്ട് എന്നും പുല്ലുണ്ടാവും. ഇപ്പോൾ ഞാൻ ഈ പുല്ല് ഇങ്ങനെ പറിക്കാൻ വരുന്നത് കാരണം ഓരോരുത്തരും ഞങ്ങളെ വീട്ടിൽ വരും. മോളെ അവിടെ ഞങ്ങളുടെ തോട്ടത്തിലുണ്ട് പുല്ല്, അവിടെ നിന്ന് പോയി പറിച്ചോ, അവിടെ വാഴത്തോട്ടത്തിൽ പുല്ലുണ്ട്, അങ്ങോട്ട് വെക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് തരേണ്ടി വരും. അതുകൊണ്ട് അവർക്ക് 2 കാര്യമായി. അവരുടെ പറമ്പും നന്നാവും, പിന്നെ ഒരാളെ വിളിച്ച് കൂലിക്ക് ചെയ്യിക്കണ്ടല്ലോ. ഞാനാണെങ്കിൽ എന്താ പറയുക, ഒരു പശുവിനെ പറമ്പ് കൊണ്ട് കെട്ടി ഇക്കോളത്തിലാക്കും അവർ. ഞാൻ വന്നു കഴിഞ്ഞാലും ഇതുപോലെയാണ്. അതൊക്കെ കണ്ടിട്ടായിരിക്കണം അവർ അങ്ങോട്ട് പോരെ, പുല്ല് അവിടെ ഉണ്ട്, അവിടെ വന്ന് പറിച്ചോന്നൊക്കെ പറയുന്നത്. എനിക്ക് 2 കാര്യമുണ്ട്. എനിക്ക് നമ്മുടെ മണിക്കുട്ടിൻ്റെയും ടീമിൻ്റെയും വയറൊന്നും അറിയാനുള്ള പുല്ല് കിട്ടും. പിന്നെ അവരുടെ ചാണകം ഉണക്കി ചാക്കിലാക്കി കൊടുത്താൽ 250 രൂപയോളം എനിക്കത് ഒരു ചാക്കിമെന്ന് കിട്ടും. അങ്ങനെ ഒരു 10 രൂപ ചാക്കൊക്കെ ആക്കി കഴിഞ്ഞാൽ എനിക്ക് ലാഭമാണ്. എല്ലാത്തിനും ഒരു മെനക്കെടുണ്ടല്ലോ, എന്തിനും ഏതിനും റിസ്ക് ഉണ്ട്. റിസ്ക് എടുത്താലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ മണിക്കുട്ടിയും ടീമും വന്നതുകൊണ്ട് കാശിനൊന്നും ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരാളുടെ അടുത്തേക്ക് കൈ നീട്ടി ചെല്ലേണ്ടി വന്നിട്ടില്ല. പിന്നെ ഇതാണ്, എല്ലാവരും ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും. ഉച്ചൻ്റെ ശേഷം റെസ്റ്റിലൊക്കെ ആണ് നേരത്ത്. ഞാനിങ്ങനെ അരിവാളും ചാക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെയുള്ള പുല്ല് എവിടെയാണോ ഉള്ളത് അവിടേക്ക് ഇറങ്ങും. എന്നിട്ട് കഴിയുന്നത്രയും പുല്ല് പറിച്ച് ചാക്കിലാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്താ പറയുക, എല്ലാവരും പോലത്തെ ഒരു എൻജോയ്മെൻ്റ് ഒന്നും എനിക്കില്ല. ഇപ്പോഴത്തെ ആളുകളൊക്കെ മൊബൈലിൽ അല്ലെങ്കിൽ സീരിയൽ സിനിമ ഒക്കെ കണ്ട്
ടൈം പാസ് ചെയ്യുന്ന ആളുകളാവും. പക്ഷെ എനിക്കെന്താ എൻ്റെ മണിക്കുട്ടൻ ടീമൊക്കെ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫീൽഡ് ഇതാണ്. പക്ഷേ വീട്ടിൽ ഒരു ഫാം തുടങ്ങാനുള്ള സ്ഥലമില്ലായിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു ഫാമൊക്കെ എപ്പോഴേ തുടങ്ങിയിട്ടുണ്ടാവും. എനിക്കിഷ്ടമാണ് ഈ പശുവിനെ ആടിനൊക്കെ വളർത്താൻ. അപ്പോൾ എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് കയറി വന്നത് എൻ്റെ മണിക്കുട്ടിയാണ്. മണിക്കുട്ടി വന്നതിന് ശേഷം ഇപ്പോൾ 3 പേരും കൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ തൊഴുത്തും കാര്യങ്ങളൊക്കെ സൗകര്യക്കുറവാണ്, സ്ഥലമില്ലാത്തൊരു കേടാണ്. അപ്പോൾ ചാണകമൊക്കെ തൊഴുത്തുനിന്ന് വാരിയിട്ട് അയൽപക്കത്തുള്ള ഒരു പറമ്പിൽ കൊണ്ടുപോയി ഉണക്കി ചാക്കിലാക്കി വയ്ക്കും. അപ്പോൾ പെട്ടെന്ന് ഉണക്കി ചാക്കിലാക്കണതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ചാണകപ്പൊടിക്ക് വേണ്ടിയിട്ട് വീട്ടിൽ വരും. പിന്നെ അവർക്ക് എത്ര ചാക്കാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് അവർ ഓർഡർ വന്നിട്ട് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഗ്യാസിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ പണ്ടുള്ളവർ പറയും നാൽക്കാലികളെ വാങ്ങിക്കഴിഞ്ഞാൽ ആ വാങ്ങിയ ആൾ അവസാനം അവരെ പോലെ ആവുന്നു. അതാണ് എനിക്കാണെങ്കിൽ ഇക്കാര്യത്തിലൊക്കെ വലിയ സന്തോഷമാണ്. എല്ലാവരും പറയും എന്നെപ്പോലത്തെ ഒരു പെൺകുട്ടി ഇവിടെ എവിടെയും കണ്ടിട്ടില്ല. ഞങ്ങൾ രാവും പകലിങ്ങനെ പശുവിനെ ആടുകളെ നോക്കി നടക്കുന്ന ഒരാളെ ഞങ്ങളിപ്പോഴാണ് കാണുന്നത്. ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇതിനൊന്നും കിട്ടൂല എന്നൊക്കെ പറയും. പക്ഷെ ഓരോരുത്തർക്കും ഓരോ താല്പര്യമല്ലേ. എനിക്കിതിനോടാണ് താല്പര്യമുള്ളത്. അത് കാരണം ഞാൻ മണിക്കുട്ടിനെ ഇവരൊക്കെ വെച്ച് ഇപ്പം ഇങ്ങനെ പോവുകയാണ്. എല്ലാവരും പറയും എല്ലാത്തിനും വിറ്റ് ഒഴിവാക്കാൻ. പക്ഷേ എനിക്കിഷ്ടമുള്ളതിനല്ലേ ഞാൻ നിൽക്കുള്ളൂ. അപ്പോൾ ഏതൊരാളെയാണെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിന് നിർബന്ധിച്ച് നമുക്ക് ചെയ്യിക്കില്ലല്ലോ. അവർക്ക് അവരിഷ്ടം എന്താണോ അതിനനുസരിച്ച് അവരോട് നീങ്ങും. അതേപോലെ തന്നെ ഞാനും. എനിക്ക് റിസ്ക്കുള്ള ജോലിയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ അധ്വാനിക്കാൻ മനസ്സിലുണ്ടെന്ന് പറയാം. അധ്വാനിച്ച് ഒരാളുടെ മുന്നിൽ കൈ നീട്ടാതെ ജീവിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് വന്നിട്ടിപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പുല്ല് പറിച്ച് കൂട്ടിയിട്ടുണ്ട്. ഇനി ഇത് കെട്ടിയിട്ടോ ചാക്കിലാക്കിയിട്ടൊക്കെ ആയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാം.